സുഹൃത്തുക്കളെ, ഞാൻ ഒരു പോസ്റ്റ് വയ്ക്കാം. എഴുത്തുകാരി MA ഷഹനാസിന് ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് വാറണ്ട്. ഇഷ്ടപ്പെട്ടവർ, സന്തോഷം തോന്നിയൊരു വാർത്തയാണ്. സന്തോഷം തോന്നി എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് ലൈക്ക് അടിക്കണേ. ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് അടിച്ച്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. കാരണം ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് കൊത്തിവലിക്കാൻ ഇട്ട് കൊടുത്തിട്ട് പുള്ളിയുടെ രാഷ്ട്രീയത്തിൻ്റെ ആ വേര് തന്നെ അറുത്ത് കണ്ടിച്ച് കളയാൻ നോക്കിയാൽ ഈ ഷഹനാസിനെ ഇപ്പം ജാമ്യമില്ലാ വകുപ്പിലാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി ജാമ്യത്തിന് വേണ്ടിയിട്ട് എവിടെയും പോയി ഓടിയിട്ട് കാര്യമില്ല. ഷഹനാസെ, നീ പെട്ട് ഇനി നിനക്ക് ജാമ്യം കിട്ടൂല. ഇനി നിനക്ക് അഴി എണ്ണാം. ഒരു എഴുത്തുകാരൻ 2 വർഷം മുമ്പ് ഒരു എഴുത്തുകാരനെ പറ്റിച്ച്, അയാൾ കഷ്ടപ്പെട്ട് ആത്മാവിൽ നിന്ന് അയാൾ എഴുതി ഉണ്ടാക്കിയെടുത്ത പുസ്തകങ്ങൾ വിറ്റിട്ട് അയാൾക്കൊരു ചില്ലിക്കാശ് കൊടുക്കാതെ അയാളെ പറഞ്ഞു പറ്റിച്ച് അയാൾ പുസ്തകങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ഇരട്ടി വിലയ്ക്ക് വിറ്റ് പൈസ ഉണ്ടാക്കിയതിന് ശേഷം അയാൾ അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച സമയത്ത് മറ്റുള്ള പെണ്ണുങ്ങളെല്ലാം ചേർത്തിട്ട് അയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും മുമ്പിലും വന്ന് അയാളെ അപമാനപ്പെടുത്തി പല ചാനലുകളിലും കയറിയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പത്രസമ്മേളനത്തിൽ വിളിച്ചു കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പത്രസമ്മേളനത്തിൽ വിളിച്ചിരുത്തി പറഞ്ഞല്ലോ. അതുപോലെ ഈ എഴുത്തുകാരനെയും മോശമാക്കി ചിത്രീകരിച്ച് പല സ്ഥലങ്ങളിലും ഇയാൾക്കെതിരെ അപവാദങ്ങൾ ഉണ്ടാക്കി ഇയാളെ സമൂഹത്തിൽ നാണം കെടുത്തിയ ഈ ഷഹനാസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴും ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഇവരെ തലയിലേറ്റ് നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് പുച്ഛം തോന്നുന്നത്. VD സതീശനും അതുപോലെ മുരളിയും ചെന്നിത്തലയും ഇവരൊക്കെ ഇതൊന്നും കാണുന്നില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ നിലപാട്? നിങ്ങളൊന്ന് കാണിച്ചത്. 24 മണിക്കൂറിനകം നമ്മളെടുത്ത നിലപാട് പോലെ വേറെ ആരെടുത്തിട്ടുണ്ട്? എന്തുകൊണ്ട് ഇത്രയും ഒരു വഞ്ചന ചെയ്താൽ? ഒരു അറസ്റ്റ് വാറണ്ട് വരെ വന്നൊരു പ്രതിയാണ്. ആ പ്രതിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അച്ചടക്ക നടപടി പോലും എടുക്കുന്നില്ല. പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നില്ല. എന്തുകൊണ്ട്? ഇരട്ടത്താപ്പ്. ഈ പ്രസ്ഥാനത്തിലിരിക്കുന്ന കുറേ കഴുകന്മാരുടെ ഇരട്ടത്താപ്പാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും ആ വാർത്തയൊന്ന് കാണാം. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഷഹനാസിൻ്റെ ഈ അറസ്റ്റ് വാറണ്ട് ഇഷ്ടപ്പെട്ട ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തേരെ. എത്ര ആളുകൾ ഈ ഷഹനാസിനെ വെറുക്കുന്നുണ്ട് എന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ആ വാർത്ത ഒന്ന് കണ്ടുപോകെ. എനിക്ക് കഴിഞ്ഞ ദിവസം കണ്ടതിൽ ഏറ്റവും സന്തോഷം തോന്നുന്നൊരു വാർത്തയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ 10 ദിവസം മുമ്പ് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂടെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്താം. ആ എഴുത്തുകാരൻ പറയുന്ന അയാൾക്കുണ്ടായിട്ടുള്ള അനുഭവം ഞാനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ വെച്ച് തരാം. ആദ്യം നിങ്ങൾ വാർത്തയൊന്ന് കണ്ടുപോകെ. പ്രസാധകയും എഴുത്തുകാരിയുമായ MA ഷഹനാസിന് ജാമ്യമില്ലാ വാറണ്ട്. എഴുത്തുകാരൻ VR സുധീഷ് നൽകിയ അപകീർത്തി കേസിലാണ് വാറണ്ട്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത CIക്ക് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മെമ്മോ അയച്ചു. അജി കുഞ്ഞുമോനുടെ വിവരങ്ങളുമായി കോഴിക്കോട് അജി, എന്താണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം? ഇക്കാര്യത്തിൽ ഷഹനാസിന്റെയും CIയുടെയും ഒക്കെ വിശദീകരണം എന്താണ്? 2023 ഗോകുൽ ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കോഴിക്കോട് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഡിസംബർ 26, 2025 ഷഹനാസ് കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. 2026 ഫെബ്രുവരി മാസം 5-ാം തീയതി, അതായത് ഈ മാസം 5-ാം തീയതി SHOയ്ക്ക് കോടതി മെമ്മോ നൽകുകയാണ്. അതായത് ബേപ്പൂർ SHOയ്ക്കാണ് കോടതി മെമ്മോ നൽകുന്നത്. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയാണ് SIക്ക് മെമ്മോ നൽകിയിരിക്കുന്നത്. 2025 ജൂൺ 25 ബെയിലബിൾ, അതായത് 2025 ജൂൺ 28 ബെയിലബിൾ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നു. അന്നും ഷഹനാസ് കോടതിയിൽ ഹാജരായിട്ടില്ല. പിന്നീടാണ് 2025 ഡിസംബർ മാസം 16-ാം തീയതി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനമായും എടുത്തു പറയേണ്ടത് പ്രശസ്ത എഴുത്തുകാരനും സാഹിത്യകാരനുമായ VR സുധീഷ് നൽകിയ അപകീർത്തി കേസിലാണ് അറസ്റ്റ് വാറന്റ് ഉള്ളത് എന്നുള്ളതാണ്. സമൻസ് ലഭിച്ചിട്ടും ഷഹനാസ് തുടർച്ചയായി കോടതിയിൽ ഹാജരായിരുന്നില്ല. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷഹനാസ് പോലീസിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്, എന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു നടപടിയും എടുക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലകളിലൊക്കെ സജീവമായിട്ട് ഷഹനാസ് പങ്കെടുക്കുന്ന ഒരാളാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഒന്നാം ഇത്രയും ഉടായ്പായിട്ടുള്ളൊരു വ്യക്തിയെ എപ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തിൽ പിടിച്ചു നിർത്തുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക്, ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട്, ഇത്രയും കുറ്റങ്ങൾ ചെയ്തിട്ട്, ഇത്രയും ഇവരെ പേരിൽ ഇത്രയും കേസുകൾ വന്നിട്ട് പോലും ഇപ്പോഴും പല പരിപാടിക്കും, ഈ പ്രസ്ഥാനത്തിൻ്റെ പല പരിപാടിക്കും ഇവർ പോകുന്നുണ്ട്, ഇവരെ പങ്കെടുപ്പിക്കുന്നുണ്ട്.
ഇതാരാണ് ഇവരെ ഇത്രയും താങ്ങിക്കൊണ്ട് നടക്കുന്നത്? ഇവരില്ലെങ്കിൽ എന്തോ ഈ ഒരു പ്രസ്ഥാനം ഓടത്തില്ലേ? എടുത്ത് കളയണം, പുറത്തെടുത്ത് കളയണം. വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു കറ കളഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനെ, രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ നിമിഷ നേരം കൊണ്ട് എടുത്ത് വെളിയിലോട്ട് കളയാനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഷഹനാസിനെതിരെ നടപടി എടുക്കുന്നില്ല? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ വന്നിരുന്ന് ആഞ്ഞടിച്ച് പറഞ്ഞല്ലോ വാർത്താ സമ്മേളനത്തിനകത്ത്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ വരെ അടിച്ചാക്ഷേപിച്ച രീതിയിൽ ഇവർ സംസാരിച്ചിട്ട് പോലും ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? സ്വന്തം ഒരു പ്രസ്ഥാനത്തിലിരുന്നത് ആ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ അറിയാതെ, ഒരാളും അറിയാതെ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ആ പ്രസ്ഥാനത്തിലുള്ള ഒരു MLA പറ്റിയിട്ട് വളരെ മോശമായിട്ട് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നു. ആ പ്രസ്ഥാനത്തെ വരെ നാറ്റിക്കുന്ന രീതിയിലാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞെന്താണ്, ഈ പ്രസ്ഥാനത്തിൽ ഇനിയും ഇതുപോലുള്ള ആളുകളുണ്ട്. ഈ ഹേമ കമ്മിറ്റി പോലുള്ള ആളുകൾ അതുപോലുള്ള ഒരു കമ്മീഷൻ വെച്ചിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ പല ആളുകളും നാറും ഈ പ്രസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഇവർക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുക്കുന്നില്ല? അപ്പം ഇത് ഇരട്ടത്താപ്പ്, VD സതീശൻ്റെയും ഈ ചെന്നിത്തലയുടെയൊക്കെ ഇരട്ടത്താപ്പ്, അല്ലാതെ വേറൊന്നുമല്ല. ഈ പ്രസ്ഥാനം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ആഞ്ഞടിച്ചത്. എല്ലാവരും ചിലപ്പം ഭരണപക്ഷത്തെ കുറ്റം പറയുന്നുണ്ടായിരിക്കും. ഭരണപക്ഷത്തെക്കാളും ഏറ്റവും കൂടുതൽ ഈ പ്രസ്ഥാനം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയം തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, പാലക്കാട് സീറ്റും ഇല്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയേക്കുവാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കത്തില്ല എന്നൊരു വാശിയാണ്. പുള്ളി കുറ്റാരോപിതം മാത്രമാണ്. പുള്ളി ചെയ്തിട്ടുള്ള കുറ്റങ്ങളിൽ ഒന്നും ഒരു തെളിവുകളുമില്ല. കോടതി വരെ പുള്ളിയെ വെറുതെ വിട്ടിട്ടുണ്ടാണ്. അപ്പം പിന്നെ എന്തുകൊണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നില്ല? എന്തുകൊണ്ട് സീറ്റ് കൊടുക്കുന്നില്ല? 26 മണ്ഡലങ്ങളിലെ പട്ടിക പൂർത്തിയായി. അപ്പോൾ എന്തുകൊണ്ട് ഒരിടത്തും, ഈ പാലക്കാട് വേണമെന്നില്ല, വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഈ ഷഹനാസിൻ്റെ പേരിൽ ഒരുപാട് ഉടായ്പകൾ നമ്മൾ കണ്ടതാണ്. ID കാർഡ്, പല ID കാർഡുകൾ, എന്നിട്ട് IASൻ്റെ പേരിൽ തട്ടിപ്പുകൾ. പഠിച്ചിരുന്ന കോളേജിൽ IAS കാരിയാന്ന് പറഞ്ഞിട്ട് ആ കോളേജിനെ കൊണ്ട് ആർഭാടമായിട്ടുള്ള സ്വീകരണങ്ങൾ നടത്തിപ്പിച്ച്, ഫ്ലെക്സ് ബോർഡുകളെല്ലാം അവിടെ കൊണ്ട് ഇവിടെ കൊണ്ടെല്ലാം വെപ്പിച്ച്, അവസാനം അവരെയും പറഞ്ഞു പറ്റിച്ച്, അവസാനമാണ് സ്കൂൾ മാനേജ്മെൻറ്റ്, കോളേജ് മാനേജ്മെൻറ്റ് അറിയുന്നത് ഇവർ IAS അല്ല, ഒരു മണ്ണാങ്കട്ടയില്ല, ഇവരുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ലെന്ന്. എന്നിട്ട് അവർക്കതിനെയും അതിൻ്റെ പേരിലും ഷഹനാസിൻ്റെ പേരിൽ പരാതി പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഷഹനാസിനെതിരെ പരാതി പോയിട്ടുള്ളത്. സ്വന്തം അനിയത്തിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് പറ്റിച്ച് നടക്കുകയും, അനിയത്തിയെ പറ്റിയിട്ട് ഇപ്പോഴും അപവാദങ്ങളൊക്കെ പറഞ്ഞ് അനിയത്തി മരണപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇവർ പലയിടങ്ങളിലും പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നാണ് പറയുന്നത്. മറ്റേ നിയാസ് മലബാറി എന്ന് പറഞ്ഞ ആ പുള്ളി ഈ ഷഹനാസിനെ വലിച്ചു കീറി ഒട്ടിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി MK മുനീറിൻ്റെ ഒലിവ് പബ്ലിക്കേഷനിലായിരുന്നു ഇവരാദ്യം ജോലി ചെയ്തിരുന്നത്. വെറും തുച്ഛമായിട്ടുള്ള ശമ്പളത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നിന്നൊക്കെയാണ് പിന്നെ സ്വന്തമായിട്ടൊരു പബ്ലിക്കേഷൻ തുടങ്ങുന്നതും. അപ്പം അത് തുടങ്ങാനുള്ള ഊർജ്ജവും അത് തുടങ്ങാനുള്ള ഇതൊക്കെ എവിടുന്ന് വന്നെന്നൊക്കെ അതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ വെളിയിൽ വരും ഈ ഷഹനാസിനെ പറ്റിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് വരെ ഇവരെ പേര് ഷഹനാസ് ഒന്നുമല്ല, അതും ആ പേരും ഫേക്കാണെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള പാസ്പോർട്ടിനകത്ത് കിടക്കുന്ന പേര് വേറെ, ID കാർഡിനകത്ത് കിടക്കുന്ന വേറെ. ഫുള്ള് ഉടായ്പിൻ്റെ ഉസ്താദാണ് ഈ ഷഹനാസ്. അപ്പം ഈ ഷഹനാസ് ഒലിവ് പബ്ലിക്കേഷനിൽ നിന്ന് സ്വന്തമായിട്ടൊരു പബ്ലിക്കേഷൻ തുടങ്ങി പോകുന്നതും, അപ്പോൾ ഈ ഒലിവ് പബ്ലിക്കേഷനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഈ എഴുത്തുകാരൻ സുധീഷ് എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ പരാതി കൊടുത്തല്ലോ, ഇത് 2 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളാണ്. അന്ന് ഇയാൾ പല സ്ഥലങ്ങളിലും പല പോലീസ് സ്റ്റേഷനുകളിലും പരാതിപ്പെട്ടും ഇവർക്കെതിരെ നടപടി എടുക്കണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ഷഹനാസ് ഇയാൾക്കെതിരെ പല കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് ഇയാൾക്കെതിരെ മോശമാക്കി, മറ്റു സ്ത്രീകളുമായിട്ടും ഇയാളെ താരതമ്യം ചെയ്ത് മറ്റു സ്ത്രീകളെ ഇടയ്ക്ക് ഇയാളെ കൊണ്ടിട്ടിട്ട് പല സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കുടുംബം തന്നെ തകർക്കുന്ന രീതിയിൽ തന്നെ ഈ ഷഹനാസിൻ്റെ ഓരോ പ്രവൃത്തികളും പോയിട്ടുണ്ട്. അയാളെ സമൂഹത്തിൽ അപമാനിച്ചിട്ട് വരെ ഉണ്ട്. അപ്പോൾ അത്രമാത്രം വേദന അനുഭവിച്ചൊരു മനുഷ്യനാണ് ഈ എഴുത്തുകാരൻ. അയാൾക്കൊരു നീതി കിട്ടിയിരിക്കണം. ഒരു കാരണം വെച്ചാൽ നീതി കിട്ടിയിരിക്കണം. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു തെറ്റ് ചെയ്തിട്ടുള്ള ഈ ഷഹനാസിനെ എന്തുകൊണ്ട് ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നു? അപ്പം ഇയാളുടെ വീട്ടിലായിരുന്നു ഇവർ നിരന്തരം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തും ഇയാൾ എഴുത്തും ഇതുപോലെ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇവർ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ മേടിച്ച് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള വരുമാനങ്ങൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയതിന് ശേഷം ഇയാളങ്ങ് പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. ഇയാളെ പുസ്തകങ്ങൾ ഞാൻ വിറ്റ് തരാം, നല്ല രീതിയിൽ വിറ്റ് കഴിച്ച് തരാം, അതിൽ നിന്ന് നല്ലൊരു പൈസ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുസ്തകം മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. എന്നിട്ടും ഇയാൾക്ക് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് ഇയാൾക്ക് അപമാനമല്ലാതെ അതിൻ്റെ പേരിൽ ഇയാളെ
പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപമാനങ്ങൾ വരെ ഈ ഷഹനാസ് ചെയ്യുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം തരികിടയാണ് ഉടായിപ്പാണ് ഇവർ കാണിച്ചു കൂട്ടിയെന്ന്. ആരോ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച് എന്തെങ്ങാണ്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് ഒതുക്കി കളയാം, അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന് വിചാരിച്ച്. നിങ്ങൾ ചെയ്തതിന് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഷഹനാസെ. നീ ആദ്യം ഒന്ന് മനസ്സിലാക്കിയേ, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? നിന്റെ കാര്യം നോക്കി നിനക്ക് പോയാൽ പോരായിരുന്നോ? നേരെ മറിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ 10 പൈസ അറിയത്തില്ലല്ലോ. വല്ലവരെയും കയ്യിൽ നിന്ന് മേടിച്ച് വല്ല നക്കാപ്പിച്ച് എച്ചിലും കൊണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് തകർത്ത് കളയാമെന്ന് വിചാരിച്ചു. എന്ന് നീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീ സംസാരിച്ച് തുടങ്ങിയോ, അന്ന് തുടങ്ങിയതാണ് നിന്റെ പതനം. ഇനി ആ എഴുത്തുകാരന് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ വെച്ച് തരാം. ഞാൻ 10 ദിവസം മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ വെച്ച് തരാം. അതിനകത്ത് എഴുത്തുകാരൻ ആ സുധീഷ് എന്ന് പറയുന്ന ആ വ്യക്തിയാണെങ്കിൽ സ്വന്തം മകളെ പോലെയാണ് ഈ ഷഹനാസിനെ കണ്ടത്. ഒരു ഉച്ചയ്ക്ക് ആഹാരം, തൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം പോലും കൊടുത്ത് തൻ്റെ മകളെ പോലെ കണ്ട ഒരു വ്യക്തിയാണെന്ന് അതും കൂടെ മനസ്സിലാക്കണം. ഈ ഒലിവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒലിവ് പബ്ലിക്കേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സുധീഷിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഈ ഷഹനാസ് ഫുഡ് വരെ കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു നന്ദി പോലും ഇല്ലാതെയാണ് ഇയാൾക്കെതിരെ മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിൽ വന്ന് ഇയാളെ നാണം കെടുത്തി ഇയാളെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിക്കുന്ന രീതിയിൽ ഈ ഷഹനാസ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്ക് ഭയങ്കര വിഷമമുണ്ട്. ആ സങ്കടത്തിൻ്റെ പേരിലാണ് തൻ്റെ മകളെപ്പോലെ കാണുന്ന ഒരു വ്യക്തി ഇത്രയും അപവാദം പറഞ്ഞതിൽ സഹിക്കാൻ വയ്യാതെയാണ് അയാൾ പരാതി വരെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും പുസ്തകങ്ങൾ വിറ്റഴിച്ചിട്ട് പോലും 1 രൂപ പോലും ഒന്നും വേണ്ട, ഒരു കട്ടൻ ചായെങ്കിലും മേടിച്ചു കൊടുക്കുക. അയാളെ ആത്മീയതയിൽ അയാൾ എഴുതി ഉണ്ടാക്കിയ പുസ്തകം, അയാളെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അയാൾ എഴുതി ഉണ്ടാക്കിയ പുസ്തകം അയാളിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി വിറ്റ് തരാം, പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയിട്ട് അത് വിറ്റഴിച്ച് അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കി പുട്ടടിച്ചിട്ട് അയാൾക്കൊരു ചായ എങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള മര്യാദ നീ കാണിക്കണമായിരുന്നു ഷഹനാസേ. നീ കർമ്മയെന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതാദ്യം മനസ്സിലാവും. കർമ്മം, അവരവർ ചെയ്യുന്ന കർമ്മഫലം അവരവർ അനുഭവിക്കും എന്നുള്ളൊരു ചെല്ലുണ്ട്. അതാണ് ഇപ്പം നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ എഴുത്തുകാരൻ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എം.എ. ഷഹനാസിന് എഴുത്തുകാരൻ വി.ആർ. സുധീഷ് മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു. പ്രസാധകയുടെ പരാതിയെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളാണ് വി.ആർ. സുധീഷിനെതിരെ ചുമത്തിയത്. 15 ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് എഴുത്തുകാരന്റെ ആവശ്യം. ഭീഷണിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് പ്രസാധക എം.എ. ഷഹനാസിന്റെ പരാതിയിൽ എഴുത്തുകാരൻ വി.ആർ. സുധീഷിനെതിരെ ചുമത്തിയിരുന്നത്. എൻ്റെ പുസ്തകം വേണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട്, ആദ്യ പുസ്തകം മാഷിൻ്റേതായിരിക്കണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു പുസ്തകം അവർക്ക് കൊടുത്തത്. ഇവർ ഈ പുസ്തകം നന്നായിട്ട് വിറ്റഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഒരു കാശും തന്നില്ല, അഗ്രിമെൻറ്റ് തന്നില്ല. അതിനെ കളിയാക്കി ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴാണ് എനിക്കെതിരെ ഇങ്ങനെ പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ. കേസിൽ വി.ആർ. സുധീഷിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു. കുറേ ഞാൻ സഹിച്ചു. എല്ലാ ചാനലുകളൊക്കെ കയറിയിട്ട് എന്നെപ്പറ്റി പലതരത്തിലുള്ള കള്ളക്കഥകൾ, ഒരു ചാനലിൽ പറയുന്നതല്ല വേറൊരു ചാനലിൽ പറയുന്ന കഥ, ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞപ്പോഴും ഞാനിതിന് നിർബന്ധിതനായതാണ്. കണ്ടല്ലോ, ഇതുപോലുള്ള ഉടായ്പകളെയാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ കുറച്ച് നേതാക്കൾ ചുമന്നുകൊണ്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയും. കേട്ടല്ലോ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഒരു മോളെപ്പോലെ ഒരു സ്നേഹിച്ച ഒരുത്തി ഇത്രയും അയാൾക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴത്തേക്ക് അയാൾ എന്താ കൈയും കെട്ടി നോക്കിക്കണോ? ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും കോലാഹലങ്ങളും കാണിച്ചു കൂട്ടി ഞാനങ്ങ് വലിയ നന്മപരമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗങ്ങളൊക്കെ പെർഫെക്റ്റാണ് എന്നുള്ള ചിന്തയിൽ വന്നിരുന്നിട്ട് ഒരു അബദ്ധം പറ്റി, ഒരു തെറ്റ് പറ്റി. അത് തെറ്റ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഇതൊന്നും പാടില്ല. പക്ഷേ അത് നിയമപരമായിട്ട് തെറ്റല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പം അവിടെ അയാൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അയാളെ വ്യക്തിപരമായിട്ടൊരു തെറ്റുകാരനോ അല്ല. പക്ഷേ സമൂഹത്തിന് മുമ്പിൽ നോക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എതിരെ അയാൾ എന്തോ കൊടും ക്രിമിനലാണ്, അയാൾ വലിയ സംഭവം പാപം ചെയ്തിട്ടുണ്ട്, പെണ്ണുങ്ങളെ കൊണ്ടുപോയി പീഡിപ്പിച്ച് മൃഗീയമായിട്ട് എന്തൊക്കെയോ ചെയ്ത് എന്ന് സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ വന്നിട്ട് മറ്റാരൊക്കെയോ കൊടുത്ത PR പൈസയുടെ ബലത്തിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കടന്ന് ഞെളിഞ്ഞിരുന്ന് സംസാരിക്കുമ്പം ആദ്യം നീ എന്താണ്, നീ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്, നീ എങ്ങനെയാണ് എം.എ. ഷഹനാസ് ആയത് എന്നൊക്കെ നീ ഒന്ന് ചിന്തിക്കണമായിരുന്നു. ആരെയൊക്കെ പറ്റിച്ച് ആരെയൊക്കെ അടിച്ച് താത്തി കയറി വന്നതാണെന്ന് നീ ആദ്യം ചിന്തിക്കണം. പിന്നെ നീ ഈ ഷഹനാസ് മുമ്പേ ആരെ പേഴ്സണൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അയാൾ നേരെ മറുകണ്ഠം ചാടി ഈ പറഞ്ഞിട്ടുള്ള ഭരണവശത്തേക്ക് പോയതും അവസാനം അങ്ങാരെ പോവാതെ അങ്ങാരെ തന്നെ അടിച്ചവിടെ ഇട്ടതും അവസാനം രാഹുൽ മാങ്കൂട്ടം വന്ന സമയത്ത്
അതിൽ നിന്നും കൂടെ എല്ലാ പാർട്ടി പുറത്താക്കുകയും ചെയ്തതിൻ്റെ വൈരാഗ്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചതെന്നും എല്ലാ ആളുകൾക്കും അറിയാം. അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. എം.എ. ഷഹനാസിന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത്രയും വൈരാഗ്യം വരാനുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം വിശദമായിട്ട്. അപ്പം അതൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. എം.എ. ഷഹനാസിനെ വലിച്ചീറി നമുക്ക് ഒട്ടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പിന്തുടർന്നാട്ടെ. അപ്പം നമ്മൾ കണ്ടയാണ് 10 കോടി നഷ്ടപരിഹാരം ചോദിച്ച സമയത്ത് ഫേസ്ബുക്കിനകത്ത് കൊണ്ടുപോയിട്ട് കുമിള പൊട്ടിച്ച് 10 കോടിയല്ല കുമിളകൾ പൊട്ടിച്ച് കളിക്കുക എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ച് കടപ്പുറത്ത് പോയി നിന്നിട്ട് കുമിള പൊട്ടിച്ച് കളിക്കുന്ന ഷഹനാസിൻ്റെ പോസ്റ്റുകളൊക്കെ നിരന്തരം പോസ്റ്റ് കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ എവിടെ പോയി? എന്തൊക്കെയായിരുന്നു? അമേരിക്കൻ കത്തി, മിഷിൻ കണ്ണ്, ഒലക്കേട മൂട്. ഇപ്പം ഷഹനാസ് പവനായി, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പം ഇനിയെങ്കിലും നിൻ്റെ ഈ അഹങ്കാരം കുറച്ചില്ലല്ലോ. നീ ഈ സോഷ്യൽ മീഡിയ ഇനി ഒരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഒരു സോറി പറയുക, ജനങ്ങളെടുത്ത് സോറി പറയുക. അത്രയും മാത്രമേ നീ അതും ചെയ്തില്ലെങ്കിലുണ്ടല്ലോ പിന്നെ നിന്നെ വലിച്ചീറി ഒട്ടിച്ചുകൊണ്ടേയിരിക്കും. അവരവരെ കാര്യം നോക്കി അവരൊരു ജീവിക്കും, അതാണ് വേണ്ടുന്നത്. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് ചെന്ന് ഇടപെട്ടിട്ട് വല്ലവരും കിട്ടുന്ന പൈസ മേടിച്ച് ഞെക്കിയിട്ട് അവിടെ വന്നിരുന്ന് വായി തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്നുള്ള രീതി. എന്നിട്ട് നമ്മൾ കണ്ടതാണ് ഇവിടെ ഉടായ്പ്, ഷഹനാസിൻ്റെ ഉടായ്പ്. ക്യാമറ ഓഫ് ചെയ്ത മീഡിയ വണ്ണിൻ്റെ ക്യാമറ ഓഫ് ആയിട്ടില്ലായിരുന്നു, അവരത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ജനങ്ങളെ കാണിച്ചു. നേരെ മറിച്ച് അവർക്കത് പബ്ലിക്കിൽ ഇടേണ്ട കാര്യമില്ലായിരുന്നു. മീഡിയ വണ്ണിൻ്റെ ക്യാമറ എല്ലാം ഓഫായെന്ന് പറഞ്ഞാൽ ഷഹനാസ് മതി ഇത്രയും മതി, നിങ്ങൾ എന്നെ കൊണ്ട് ഒരുപാട് പറയിപ്പിച്ചു എന്നുള്ളൊരു സംഭവം കൂടെ വെളിയിലോട്ട് വന്നു. അപ്പം ഇതിനെ പറ്റിയിട്ട് ഷഹനാസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് അറിയാനെ കൊണ്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഷഹനാസിനെ അറസ്റ്റ് വാറൻറ്റ്, ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച എല്ലാ ആളുകൾക്കും ഒരു ബിഗ് സല്യൂട്ട്, നിയമപാലകർക്ക്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട ആളുകളൊന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.